കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കർണാടക സ്വദേശിയാണ് മരണപ്പെട്ടത്. 18 പേർക്ക് പരിക്ക് പറ്റി. തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ബസ് പുലർച്ചെ 2:30 അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നു കോഴിക്കോട് നിന്നും. വിജയേട്ട, ഇത് രാവിലെയാണ് സംഭവിച്ചത്. പുലർച്ചെ 2:30 ആയിരുന്നല്ലോ ഈ അപകടം സംഭവിച്ചത്. അപകട കാരണം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അത് കർണാടക സ്വദേശിയല്ല, കൊല്ലം സ്വദേശിയായ അമൽ മോഹനൻ എന്ന് പറയുന്ന ഒരു 28 വയസ്സുകാരനാണ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഉടുപ്പിയിലേക്ക് പോകാൻ വേണ്ടി ഈ ബസ്സിൽ കയറിയതാണ്. തിരുവനന്തപുരത്ത് നിന്നും വന്ന ഈ ബസ്സിൽ കയറിയതാണ്. അങ്ങനെ ഈ ഫറൂഖിൽ അപകടത്തിൽപ്പെട്ട് അദ്ദേഹമാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ 18 പേർക്ക് പരുക്കുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അവർ ചികിത്സ നടക്കുകയാണ്. അമലിൻ്റെ മൃതദേഹം പക്ഷേ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പോലീസും മറ്റും കൂടെയുള്ള യാത്രക്കാരിൽ നിന്നും മറ്റും ലഭിച്ച വിവരമനുസരിച്ച് അതൊരു കർണാടക സ്വദേശിയുടേതാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അത് അമൽ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയുടേതാണ് എന്ന് ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമലിൻ്റെ ബന്ധുക്കൾ ഈ ഫറൂഖിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. അവരവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാത്രി 2:30 കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. എന്തോ ഭാഗ്യമെന്ന് പറയാം. കൂടുതൽ പേർക്ക് മറ്റ് അപകടമുണ്ടായില്ല അല്ലെങ്കിൽ ദുരന്തമുണ്ടായില്ല എന്ന് പറയാം. കാരണം അത്രയും ആൾക്കാർ അതിലുണ്ടായിരുന്നു. രാത്രിയാണ്. അത് ആ റോഡിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഒരു ഭീകരത. ഏതായാലും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് വലിയ ഭാഗ്യമായി. നേരത്തെ ചോദിച്ചതുപോലെ എന്താണ് കാരണം എന്നത് ഇപ്പോഴും പൂർണ്ണമായും വ്യക്തമല്ല. കാരണം അത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, ഇനിയല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായോ, മറ്റു വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. പോലീസ് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അതിലൊരു തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പരിക്കേറ്റവർക്ക് ഇപ്പോൾ വലിയ പ്രയാസങ്ങളില്ല എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി.